CPMന്റെ ഉന്നതനായ നേതാവ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ നടത്തുകയുണ്ടായി. ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സഖാവ് ജി സുധാകരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇതാണ് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. നിങ്ങളെയൊക്കെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു. ജി സുധാകരൻ്റെ നിലപാടുകൾ വ്യക്തിപരമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നോക്കൂ, ആലപ്പുഴ ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും പരിശോധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പരിശോധിക്കാൻ പോകുന്നത്? ആലപ്പുഴ ജില്ലയിലെല്ലാം CPM ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആലപ്പുഴ, പുന്നപ്രയിലും വയലാറിലും അടക്കം BJP ഒന്നാം സ്ഥാനത്ത് വന്നു. വെറുതെ വന്നതല്ല. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാർട്ടിയിൽ അംഗത്വം എടുത്തവരുടെ ഡെമോഗ്രഫിയെ, റിലീജിയസ് ഡെമോഗ്രഫി നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. അതിൻ്റെ ഒരു കണക്ക് നിങ്ങളൊന്ന് നോക്കണം. ജനസംഖ്യ അനുപാതം. ഏത് കുഴൽപ്പണക്കാരനും കള്ളപ്പണക്കാരനും മണൽ കടത്തുകാരനും മാഫിയ പ്രവർത്തനം നടത്തുന്നവനും ഒരു സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവന് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുക. പുന്നപ്രയിലും വയലാറിലും മണ്ണന്തലയിലും കായംകുളത്തും ഹരിപ്പാടും എല്ലാമുള്ള ലോക്കൽ കമ്മിറ്റികൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഞാനിതെല്ലാം വസ്തുതാപരമായി പരിശോധിച്ചിട്ടാണ് പറയുന്നത്, അവിടെയെല്ലാം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടി കെട്ടിപ്പൊക്കിയ പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം പ്രോ PFI ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. CPMനകത്ത് ആൾക്കാർ പറയുന്നത്, ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട അയാളെ സെക്രട്ടറി ആക്കണം എന്നാണ്. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ വന്ന് കൂടിയാൽ ഒന്നും നിങ്ങൾ നോക്കേണ്ട അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കണം എന്നാണ്. ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കേണ്ട അയാളെ ഏരിയ സെക്രട്ടറി ആക്കണം എന്നുള്ളതാണ്. എന്തുമാത്രം വർഗീയമായ ഒരു ചേരിതിരിവിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് കേരളത്തിലെ CPIMനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് നേരത്തെ ഞങ്ങളിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. CPIM ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവഘടനയിലൂടെയാണ് അത് വരുന്നതെങ്കിൽ ആരും അതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷേ അസ്വാഭാവികമായി അതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി CPIM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം ആ നടപടി കുറയ്ക്കുകയല്ലാതെ CPIM അത് വർദ്ധിപ്പിക്കാനാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം. ആ നടപടി CPM അവസാനിപ്പിക്കുകയല്ല, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് CPIM ശ്രമിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു പരസ്യ സമീപനത്തിലേക്ക് പാർട്ടി പോകേണ്ടതായിട്ടുള്ള ഒരു നിർബന്ധതയിലേക്ക് അവർ വന്നിരിക്കുക, ഗതികേടിലേക്ക് അവർ വന്നിരിക്കുക. ഇത് വലിയ ഒരു തരത്തിലുള്ള വിസ്ഫോടനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ, അധ്വാനിച്ചവർ, വിയർപ്പൊഴുക്കിയവർ, ഈ സൗധങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയ അതിൻ്റെ അടിത്തറയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് പുതിയ കൂട്ടുകാരെ, പ്രത്യേകിച്ച് PFI നിരോധനമൊക്കെ വന്നതിനെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് നടത്തുന്ന പരിശ്രമം വലിയൊരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ നയിക്കും. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിത് പറയുന്നത് അത് ശരിയായൊരു നടപടിയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അത്തരം പ്രതിലോമ ശക്തികൾ കടന്നു വരുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമല്ല. മോദി സർക്കാർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ PFIയെ നിരോധിച്ചു, ഭീകരവാദ ശക്തികളെയൊക്കെ അടക്കി നിർത്തി. വല്ല കാരണവശാലും കോൺഗ്രസോ മറ്റോ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ഫയലിൽ രാഹുൽ ഗാന്ധി ഒപ്പിടുക PFI നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത്രമാത്രം നീചമായ ഒരു രാജ്യവിരുദ്ധമായ ഒരു ശൈലിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കാശ്മീരിൽ ഭീകരർ വെടിയേറ്റ് മരിച്ചു, സൈനികർ വെടിയേറ്റ് മരിച്ചു. എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? എന്താ എടുത്ത സമീപനം? അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മളെ നാടിനെ സംബന്ധിച്ച് കേരളം ഒരു സ്ഫോടനാത്മകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം. ഇത് ഗൗരവപൂർവം കാണുന്നതിന് പകരം തെരഞ്ഞെടുപ്പിലെ നിരീക്ഷണങ്ങളെല്ലാം ഉപരിപ്ലവമായിട്ട് ഇവർ നടത്തിപ്പോവുകയാണ്. ഇത് ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്.
അടിസ്ഥാനപരമായി CPIM-നും സംഭവിച്ചു. കോൺഗ്രസിന്റെ അവസ്ഥയും നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോ CPM-ന്റെ സഹായത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണത്തിന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയത്. CPM-ന്റെ ഒരു മുഖ്യമന്ത്രി നാഴികയ്ക്ക് 40 വട്ടം നടന്ന് CAA എന്നുള്ള പ്രചരണം നടത്തിയത് കൊണ്ടാണ് UDF-ലേക്ക് ഇത്രയധികം മുസ്ലിം വോട്ടുകളുടെ ഒഴുക്കുണ്ടായത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കുന്നു എന്നുള്ള പ്രചരണം 30% മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരു നാട്ടിൽ ഒരാൾ നടത്തുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം അവർക്ക് കൊടുക്കാതെ കോൺഗ്രസിന് കൊടുക്കാനാണ് ആ സമൂഹം. അരക്ഷിതാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിൻ്റെ വെട്ടിയിലേക്ക്, അല്ലെങ്കിൽ 19 സീറ്റ് പോവില്ല. പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ തുടങ്ങി അവർ ജയിച്ച പല പ്രധാന മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വലിയ പിന്തുണ നഷ്ടമായിരിക്കുന്നു. തൃശ്ശൂരിലടക്കം നിങ്ങൾ ബൂത്തുകൾ പരിശോധിച്ചാൽ, ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവിടുത്തെ പൂങ്കുന്നം, അതുപോലെ തൃശ്ശൂർ ടൗണ്, അങ്ങനെയുള്ള പല ബൂത്തുകളിലെ വോട്ടുകൾ നോക്കി. ഇത്രയും വർഷമായിട്ട് 25-30 വർഷമായിട്ട് നിരന്തരമായി UDF-നെ പിന്തുണയ്ക്കുന്ന തൃശ്ശൂരിലെ പരമ്പരാഗത ഭൂരിപക്ഷ സമുദായത്തിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ മാത്രമല്ല, ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ പല ബൂത്തുകളിലും ഭൂരിപക്ഷ സമുദായത്തിലെ ഉയർന്ന സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല ബൂത്തുകളിലും KC വേണുഗോപാലിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിത് പറയാൻ കാരണം, ഈ തരത്തിലുള്ള വർഗീയ പ്രീണനം പ്രചാരണം രാഷ്ട്രീയ ശക്തികൾ നടത്തുമ്പോൾ അതിന് തിരിച്ചൊരു പ്രത്യാഘാതം വോട്ടർമാർ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മറ്റ് വിശകലനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 20% വോട്ട് നേടി ഒരു പ്രബലമായിട്ടുള്ള ശക്തിയായി വളർന്നിരിക്കുന്നു. നിങ്ങളിൽ പലരും 2019 BJP-യുടെ വോട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾ എഴുതിയത് അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല, 2019 BJP-ക്ക് കിട്ടിയ വോട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ 2021 BJP-ക്ക് കിട്ടിയ വോട്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് 24-ലെ 3 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റത്തെ കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ BJP-ക്ക് 14 ലക്ഷത്തോളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം വർദ്ധിച്ചിരുന്നു. 2021-ലെ കണക്കുകളുമായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഏതാണ്ട് 14 ലക്ഷത്തോളം വരുന്ന വോട്ടിൻ്റെ വർധനവ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞിട്ടും 14 ലക്ഷത്തോളം വോട്ടിൻ്റെ വർധനവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ വിജയത്തെ ശരിയായി സമഗ്രമായി വസ്തുതാപരമായി വിലയിരുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള എക്സാഗറേറ്റഡ് വിലയിരുത്തലുകളിലും ഞങ്ങളില്ല. ഞങ്ങൾ വളർന്നു വരുന്ന ഒരു മുന്നണിയാണ്. ഇപ്പോൾ 1 സീറ്റ് കിട്ടി, 2 സീറ്റിൽ കേവലം 1%, 1.5% വോട്ടിന് തോറ്റു. 4-5 സീറ്റുകളിൽ നല്ല നിലയിൽ വോട്ട് വർദ്ധിച്ചു. 20 മണ്ഡലങ്ങളിലും താരതമ്യേന വോട്ടിൻ്റെ ഷെയർ വർദ്ധിച്ചു. ഇത് വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എല്ലാമായി 35-36% എത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. കേരളത്തിൽ ഈ 20%-ൽ നിന്ന് 30-35%-ലേക്ക് ജമ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമം ആവശ്യമുണ്ട്. ഞങ്ങളുടെ വിലയിരുത്തൽ അതാണ്. പക്ഷെ ഒരു കാര്യം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, ഏത് സംസ്ഥാനത്തെ കണക്കുകൾ നിങ്ങൾ നോക്കിയാലും BJP ഒരു 20%-ന് അടുത്ത് വന്നതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത്. അത് ആസാമിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒറീസയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കർണാടകയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തെലങ്കാനയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ കണക്കുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു 20%-ൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള നാളുകൾ. ആ ഒരു 20%-ലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അവിടുന്ന് അങ്ങോട്ടുള്ള ജമ്പ് വളരെ വേഗത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഞങ്ങളെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വിശ്രമമില്ലാത്ത നാളുകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് നേരെ ഇറങ്ങിച്ചെന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഒരു കാര്യം
UDF-നോട് എനിക്ക് പറയാനുള്ളത്, ഈ നിയമസഭ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഓർഡിനൻസ്, ഒരു ബില്ല് നമ്മുടെ ഇത് കൊണ്ടുവന്നത്, ഈ എന്താ പറയുക, ഡീലിമിറ്റേഷൻ വാർഡ്. വളരെ നിരുത്തരവാദപരമായൊരു സമീപനമാണ് UDF എടുത്തത്. അത് വളരെ കണക്ക് കൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ആ ഒരു ഡീലിമിറ്റേഷൻ പ്രക്രിയയിലൂടെ സർക്കാർ പിന്നെ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനവിധിയെ ആകെ തിരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൻ്റെ വിഭജനത്തിലെ കൃത്രിമത്തിലൂടെ അതിനെ മറികടക്കാം എന്നുള്ള ഒരു വളരെ ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ് ഇക്കാര്യത്തിൽ CPM എടുത്തിരിക്കുന്നത്. അതിനോട് അത്ര ഒരു ഹോംവർക്ക് നടത്തിയ സമീപനമല്ല UDF എടുത്തിരിക്കുന്നത്. ഞങ്ങൾ അതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്. BJP എന്തായാലും ഈ വാർഡ് വിഭജന പ്രക്രിയയെ പല്ലും നഖവും ഉപയോഗിച്ച്, എല്ലാ ലീഗൽ വഴിയും ഉപയോഗിച്ച് ഞങ്ങൾ നേരിടും. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വഴിവിട്ട്, അതായത് ജനസംഖ്യാനുപാതം, അതേപോലെ നാച്ചുറൽ ബൗണ്ടറി, ഇതെല്ലാം മറികടന്ന് വാർഡ് വിഭജിക്കാനുള്ള CPM-ന്റെ നീക്കത്തിനെതിരായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാച്ച് ഡോഗ്സിനെ പോലെ, കാവൽ നായ്ക്കളെ പോലെ ഞങ്ങളുണ്ടാവും. ഇത് ശരിയായൊരു രീതിയല്ല. ഈ ജനവിധിയെ മറികടക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ ലീഗലായിട്ടും അല്ലാതെയും എല്ലാം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏകപക്ഷീയമായ വാർഡ് വിഭജനത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള പ്രചാരണങ്ങളെല്ലാം ആരംഭിക്കാൻ അടുത്ത ആഴ്ച പാർട്ടിയുടെ സമ്പൂർണ്ണമായിട്ടുള്ള നേതൃയോഗം ചേരുകയാണ്. ഇപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരെ ലഭിച്ചു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വികസനത്തിന് പറ്റിയ വകുപ്പുകളാണ് മോദിജി നൽകിയിരിക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയെ പ്രത്യേകിച്ചും അതിന് അഭിനന്ദനം അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ ടൂറിസം ആയാലും ഫിഷറീസ് ആയാലും അതുപോലെ മറ്റ് മൃഗസംരക്ഷണമായാലും എല്ലാം, അതിലെല്ലാം നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.